പറയണൊരു ഔചിത്യം വേണ്ടേ? വാട്ട്സ് ദ മാറ്റർ ഡാർലിംഗ്? ഇന്നത്തെ ബജറ്റിനെ കുറിച്ചാണ് വി ഡി സർക്കാരിന്റെ ദിശാബോധമില്ലാത്ത ബജറ്റെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആക്ഷേപിച്ചത്. നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. വരുമ്പോ ജീവനക്കാർക്കാകെ വിസ്മയമുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അന്വേഷിച്ച് നോക്കണം. ഞാനൊരു വിസ്മയവും കണ്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. ഈ ചോദ്യം ചോദിക്കാൻ ഏറ്റവും യോഗ്യനായ ആളാണ് അദ്ദേഹം. ഈ കുടിശ്ശിക മുഴുവൻ വരുത്തിയതാരാണ്? നീ എന്താ ഇങ്ങനെ പരസ്പര ബന്ധമില്ല സംസാരിക്കുന്നത്? അധികാരത്തിൽ 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നിട്ട് ഈ കുടിശ്ശിക മുഴുവൻ വരുത്തി വെച്ചിട്ട് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് പുതിയൊരു ഗവൺമെന്റിനോട് ചോദിക്കുക, അത് കൊടുക്കുന്നില്ലെന്ന്. അന്തസ് വേണോടാ, അന്തസ്. ഓണ പോക്കിലെ ബജറ്റിലെ അടുത്തോളം കൊടുക്കുന്ന എല്ലാ കുടിശ്ശികയും ഇത്രയും വർഷക്കാലം കുടിശ്ശിക മുഴുവൻ വരുത്തി വെച്ച പിണറായി വിജയൻ വന്ന് ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ട. ഇയാളെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള ഒരു ബ്ലൂ പ്രിന്റും ഇതിൽ കാണാനില്ല. നിരവധി കാര്യങ്ങളുണ്ട്, എണ്ണി പറയാൻ സാധ്യമല്ല. പെട്ടെന്ന് ശ്രദ്ധിച്ച ചെറിയ ചില കാര്യങ്ങൾ. ഒന്ന്, പ്രൈവറ്റ് ബസ്സുകൾ അടയ്ക്കേണ്ട ത്രൈമാസ നികുതി അത് 50% 50% കുറച്ചു. ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് പിടിച്ചു മേടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ. നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറല്ലേ. ഇവിടെ ഓർഡിനറി ബസ്സുകളിലേക്ക് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ സ്വകാര്യ ബസ് ഉടമകൾ പ്രതിസന്ധി അനുഭവിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് അവർ അടയ്ക്കേണ്ട നികുതി പകുതിയാക്കി കൊടുത്തിരിക്കുന്നു. മലപ്പുറത്തെ താലൂക്ക് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയാക്കുന്നു. അതുപോലെ തന്നെ മലപ്പുറത്തെ ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. സാറേ, നിങ്ങൾ മരണമാസാട്ടോ. വനിതകളെ പോലീസ് സ്റ്റേഷനിൽ SHOമാരായി കൂടുതൽ പേരെ നിയമിക്കുന്നു. സെക്രട്ടേറിയറ്റ് ഫയൽ നീക്കങ്ങളുടെ തട്ടു കുറയ്ക്കും. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം ഇദ്ദേഹത്തിനില്ല. ബജറ്റ് എന്നത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നമുക്ക് പിടികിട്ടാത്ത കുറെ ജാർഗൻസ് ഒക്കെ ഉപയോഗിച്ച് കബളിപ്പിച്ച് അവതരിപ്പിച്ചു കൊണ്ടിരുന്ന കാലം മാറുകയാണ്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ആണ് ഇനി ഒന്നുമില്ലല്ലോ പറയാനെ കൊണ്ട്. ഒന്നുമില്ല, പോവാ. അങ്ങനെ പോവല്ലേ. അപ്പം കോൺഗ്രസ് പിരിച്ചു വിട്ടിരിക്കുന്നു. പോയി